രാമായണ മാഹാത്മ്യം. രാമ ഹരി ജയ രാമ ഹരി ജയ രാമ ഹരി ജയ രാമ ഹരി രാമ ഹരി ജയ രാമ ഹരി ജയ രാമ ഹരി ജയ രാമ ഹരി. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം രാമനാമവും നിലനിൽക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. രാമായണം പഠിക്കുന്നവർക്ക് ആധ്യാത്മിക ജ്ഞാനമുണ്ടാകും. മാത്രമല്ല പുത്രസമ്പത്തും ധനസമൃദ്ധിയും ദീർഘായുസ്സും സന്മിത്രങ്ങളും രോഗശാന്തിയും യശസ്സും ലഭിക്കും. ഭക്തി വർദ്ധിക്കും, മുക്തി ലഭിക്കുകയും ചെയ്യും. ഈ കലിയുഗത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യം. പരിശുദ്ധ ഹൃദയത്തോടുകൂടി ഈശ്വരാരാധന നടത്തുക, ആഗ്രഹങ്ങൾ സഫലമാകും. രാമായണത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സന്താന ലാഭത്തിന് ബാലകാണ്ഡത്തിലെ പുത്രകാമേഷ്ടി എന്ന ഭാഗം ഒരു മാസമെങ്കിലും പതിവായി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. സദ്ഗുണസമ്പന്നനും ധർമ്മനിഷ്ഠനുമായ ദശരഥ മഹാരാജാവിന് കൗസല്യ, സുമിത്ര, കൈകേയി എന്നീ 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. എന്നാൽ സന്താനമില്ലാത്ത ദുഃഖം രാജാവിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കൽ രാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങൾ തൊട്ടു തൊഴുതിട്ട് ചോദിച്ചു, ഗുരു, പുത്രന്മാരുണ്ടാകാനായി എന്ത് സൽക്കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്യണം. പുത്രന്മാരില്ലാത്തത് കൊണ്ട് രാജ്യവും സമ്പത്തുമെല്ലാം എനിക്ക് ദുഃഖകരമായി തീർന്നിരിക്കുന്നു. വസിഷ്ഠ മഹർഷി അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് 4 പുത്രന്മാരുണ്ടാകും. ഉടനെ തന്നെ ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തണം. ഗുരു നിയോഗമനുസരിച്ച് രാജാവ് ഋഷ്യശൃംഖനെ വരുത്തി സരയൂ നദിക്കരയിൽ യാഗശാല പണിയിച്ചു. രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധം നടത്തി. തുടർന്ന് ഭക്തിവിശ്വാസങ്ങളോടെ രാജാവ് പുത്രകാമേഷ്ടി നടത്തിച്ചു. ഋഷ്യശൃംഖൻ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാർ സന്തുഷ്ടരായി. അവർ രാജാവിൻ്റെ ആഗ്രഹം സഫലമാക്കി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈപണ്ഡവൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക ശമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറും ഗർഭവും ധരിച്ചിതു 3 മധുകാലം. അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം ദിനം തോറും
അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നിരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഹകന്മാരും 4 പിറന്നാരുടരുടൻ.